അടുത്തതായി പോളി ന്യൂക്ലിയോടൈഡ് ഫോർമേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ന്യൂക്ലിയോടൈഡ് വേറൊരു ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്ന് ഡൈന്യൂക്ലിയോടൈഡ് ആവുന്നു. സോ ഒരു ന്യൂക്ലിയോടൈഡ് തന്നെയാണെങ്കിൽ അതിന് മോണോമർ എന്ന് പറയുന്നു. ഒരെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ ഡൈന്യൂക്ലിയോടൈഡ് ആവുന്നു. ഒരെണ്ണം കൂടി ആകുമ്പോൾ ട്രൈ ന്യൂക്ലിയോടൈഡ് ആവുന്നു. പിന്നെയും ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പോളി ന്യൂക്ലിയോടൈഡ് ആയിരുന്നു. സോ ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടി ചേരുമ്പോൾ അത് പോളി ന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നു. സോ DNA എന്ന് പറഞ്ഞാലും RNA എന്ന് പറഞ്ഞാലും ഈ രണ്ട് ന്യൂക്ലിക് ആസിഡും എന്താണ്? പോളി ന്യൂക്ലിയോടൈഡാണ്. ന്യൂക്ലിയോടൈഡുകളുടെ കോമ്പിനേഷനാണ് DNA ആയാലും RNA ആയാലും. സോ ഈ പോളി ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയാൻ നമ്മൾ എന്താണ് ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ന്യൂക്ലിയോടൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. നമ്മുടെ ഷുഗർ, നൈട്രോജനസ് ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇവരുടെ ഗ്രൂപ്പുകളുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഷുഗറും ബേസും തമ്മിൽ, പെൻറ്റോസ് ഷുഗറും ബേസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരായിരുന്നു ഇവിടുത്തെ ബോണ്ടായിരുന്നു എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. അതേ ഷുഗറും ബേസും കൂടിയുള്ള ആ ന്യൂക്ലിയോസൈഡിനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ CO ബോണ്ട്, ഈ ഷുഗറിൻ്റെ CH2ൻ്റെ ഇതും ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ഓക്സിജനുമായിട്ട് റിമൂവൽ ഓഫ് വാട്ടർ കണ്ടൻസേഷൻ റിയാക്ഷൻ കഴിഞ്ഞ് റിമൈനിങ് ആ OC ബോണ്ട്, CO ബോണ്ട് ഉണ്ടാകുമ്പോൾ അതിനെ എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നു. സോ ഒരു ന്യൂക്ലിയോടൈഡിൽ ഓൾറെഡി ഇത്രയാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ഇവിടെയുണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ബോണ്ടും ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയോടൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയോടൈഡിന് എപ്പോഴും 2 ഫ്രീ എൻഡുകളുണ്ട്. അതിൻ്റെ 5th പൊസിഷൻ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഏതൊരു ന്യൂക്ലിയോടൈഡ് എടുത്താലും അതിന് 2 ഫ്രീ എൻഡുകളുണ്ട്. ഒന്ന് അതിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ അവിടെ കൂടെ ജോയിൻ ചെയ്ത ഫോസ്ഫേറ്റ് മോയിറ്റി. സോ ഇറ്റ് ഹാസ് 1 ഫ്രീ എൻഡ് 5th പൊസിഷനിൽ ഫോസ്ഫേറ്റ് മോയിറ്റി ഉണ്ട്. സോ 5 പ്രൈം എൻഡ് നമ്മൾ ഏത് എൻഡാണ് അതിനെ 5 പ്രൈം, 1 പ്രൈം, 2 പ്രൈം, 3 പ്രൈം, 4 പ്രൈം അങ്ങനെയാണ് വിളിക്കുക. സോ ഈ എൻഡിനെ നമ്മൾ 5 പ്രൈം എൻഡ് എന്ന് പറയാം. സോ ഈ 5 പ്രൈം എൻഡിൽ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് ആ ഫ്രീ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇനി 2ാമത്തെ ഫ്രീ എൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെ പൊസിഷനാണ്. 3ാമത്തെ പൊസിഷനിൽ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. സോ 3ാമത്തെ എൻഡ് അതിന് 3 പ്രൈം, ഇങ്ങനെ ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ പ്രൈം ഉണ്ട്. സോ 3 പ്രൈം എൻഡിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. സോ ഏതൊരു ന്യൂക്ലിയോടൈഡ് എടുത്താലും ഇതിപ്പോൾ കോമ്പിനേഷൻ, ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡുള്ള കോമ്പിനേഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ ഏതൊരു ന്യൂക്ലിയോടൈഡ് എടുത്താലും അതിൻ്റെ 5 പ്രൈം എൻഡിൽ ഒരു ഫോസ്ഫേറ്റ് മോയിറ്റി ഉണ്ട്, അത് ഫ്രീ ആണ്. അതിൻ്റെ 3 പ്രൈം എൻഡിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, അതും ഫ്രീ ആണ്. സോ 2 ഫ്രീ എൻഡുകൾ ഒരു ന്യൂക്ലിയോടൈഡിനുണ്ട്. 5th അല്ലെങ്കിൽ 5 പ്രൈം പൊസിഷനിൽ ഫോസ്ഫേറ്റ് മോയിറ്റി ഉണ്ട്, 3 പ്രൈം എൻഡിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ പറഞ്ഞ ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ജോയിൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ തന്നെ കാണുന്നുണ്ട്. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ 5th അല്ലെങ്കിൽ 5 പ്രൈം എൻഡും അതേ ന്യൂക്ലിയോടൈഡിൻ്റെ 3 പ്രൈം എൻഡും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഒരു ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് 2ാമത്തെ ന്യൂക്ലിയോടൈഡായിട്ട് ജോയിൻ ചെയ്യണമെന്ന് കാണിക്കുന്നു. സോ ഇതൊരു ന്യൂക്ലിയോടൈഡിൻ്റെ ഷുഗർ, ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് പറയുന്നുണ്ട്? എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ന്യൂക്ലിയോടൈഡിന്മേ വേറൊരു ന്യൂക്ലിയോടൈഡ് പ്ലസ് 1 മോർ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാണ്. 1 മോർ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെയും ഈ പറയുന്ന നൈട്രോജീനസ് ബേസ്, അതിൻ്റെ നൈട്രോജീനസ് ബേസും അതുപോലെ അതിൻ്റെ 1 പ്രൈം, 2 പ്രൈം, 3 പ്രൈം, 4 പ്രൈം, 5 പ്രൈം എൻഡും ഉണ്ട്. അതിൻ്റെ 5 പ്രൈം എൻഡ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫ്രീ ആണ്. CH2O ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 5 പ്രൈം എൻഡ് ഫ്രീ ആണ്. സോ ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ 5 പ്രൈം എൻഡ് ഫ്രീ ആയി കിടക്കുന്നു, മറ്റേ ന്യൂക്ലിയോടൈഡിൻ്റെ 3 പ്രൈം എൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് ഫ്രീ ആയി കിടക്കണം. സോ ഈ ഫോസ്ഫേറ്റ് മോയിറ്റിയും ഈ പറഞ്ഞ 3 പ്രൈം പൊസിഷൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിൽ ഒരു കോമ്പിനേഷൻ വരുന്നു. സോ അവിടെ വീണ്ടും ഒരു എസ്റ്റർ ബോണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് HOH എന്ന് പറഞ്ഞ ആ ഭാഗം. അതുപോലെ ഇതിൻ്റെ CH2OPO ഇതേ സംഭവം തന്നെയാണ് ഒരേ ന്യൂക്ലിയോടൈഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ OH ഗ്രൂപ്പും ഈ പറഞ്ഞ കാർബൺ ആറ്റം നമുക്കറിയാം, ഇവിടെയൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാർബൺ ആറ്റം 5 കാർബൺ ആണ് നമ്മൾ പറഞ്ഞ പെൻറ്റോസ് ഷുഗർ. സോ ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ അടുത്തുള്ള ഹൈഡ്രജനും ഈ പറഞ്ഞ കാർബൺ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്ത ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും Hഉം കൂടി ഇതുപോലെ കണ്ടൻസേഷൻ റിയാക്ഷൻ കാണിക്കുന്നു. വാട്ടർ മോളിക്യൂൾസ് റിമൂവ് ആവുന്നു. അവിടെ വീണ്ടും ഈ റിമൈനിങ് കാർബണും
ഈ റിമൈനിങ് ഓക്സിജനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെയുള്ള കാർബണും ഇവിടെയുള്ള ഓക്സിജനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ആ ബോണ്ട് വീണ്ടും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓൾറെഡി ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തുണ്ട്? ഒരു എസ്റ്റർ ബോണ്ട്. ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് എടുത്താൽ തന്നെ അവിടെ എന്തുണ്ട്? ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ട്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ എന്ത്? ഈ പറഞ്ഞ ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കാർബൺ ആറ്റവും ഇതിൻ്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റവും തമ്മിൽ ഒരു ലിങ്കേജ് വരുമ്പോൾ അവിടെ വീണ്ടും ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ രണ്ട് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മളതിനെ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഡൈ എസ്റ്റർ. ഈ രണ്ട് എസ്റ്റർ ബോണ്ടുകളും ഉണ്ടാവുന്നത് ഇവിടെയുള്ള എസ്റ്റർ ബോണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായി കണക്ട് ചെയ്തിട്ടാണ്. ഇവിടെയുള്ള എസ്റ്റർ ബോണ്ടും ഫോം ചെയ്യുമ്പോൾ ഇതും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അതിന് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നു. രണ്ട് എസ്റ്റർ ബോണ്ട് ഉള്ളതുകൊണ്ട് ഡൈ ന്യൂക്ലിയോടൈഡ്, ഇത് പ്ലസ് ഇത് എന്താണ്? ഡൈ ന്യൂക്ലിയോടൈഡ് ആണ്. അതുകൊണ്ട് അതിന് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. എസ്റ്റർ ബോണ്ടാണ് ഫോം ചെയ്യണത്. അത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എസ്റ്റർ ബോണ്ട് ആയതുകൊണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. ഇങ്ങനെ രണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉള്ളതുകൊണ്ട് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് 1 നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കണു. രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് 2 എന്ന് മാർക്ക് ചെയ്തേക്കണു. ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ട്. രണ്ട് എസ്റ്റർ ബോണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബോണ്ട് നമ്മൾ കണക്ഷൻ പറയുന്നത് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഇത് പ്ലസ് ഇത് രണ്ട് ഡൈ ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. ഇനി വീണ്ടും ഈ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് വീണ്ടും മൂന്നാമത്തെ ഒരു ന്യൂക്ലിയോടൈഡ്. സോ ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, ഇത് മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡ്. മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിൽ നമ്മൾ ഏത് ന്യൂക്ലിയോടൈഡിലെന്താ? അതിൻ്റെ അഞ്ചാമത്തെ പൊസിഷനും മൂന്നാമത്തെ പൊസിഷനും, അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിലുള്ളതും മൂന്നാമത്തെ കാർബൺ ആറ്റത്തോടുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആണ്. സോ ഇവിടെയും മൂന്നാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആണ്. ഇവിടുത്തെ 5th കാർബൺ ആറ്റത്തിൻ്റെ കൂടെ നേരത്തെ ഫോം ചെയ്ത രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ മൂന്നാമത്തെ കാർബൺ ആറ്റവും മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റവും തമ്മിൽ ഫോം ചെയ്ത് വീണ്ടും അവിടെ എന്ത് ഫോം ചെയ്തു? ഒരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. സോ വീണ്ടും എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. സോ ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ജോയിൻ ചെയ്യുന്നത് എസ്റ്റർ ബോണ്ട് വഴിയാണ്. ആ എസ്റ്റർ ബോണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ് വീണ്ടും മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കണേ. ആദ്യം പറഞ്ഞ ന്യൂക്ലിയോടൈഡിൻ്റെ മൂന്നാമത്തെ പൊസിഷനും രണ്ടാമത് ജോയിൻ ചെയ്യാൻ പോകുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ അഞ്ചാമത്തെ പൊസിഷനും, ഇങ്ങനെയാണ് അവരുടെ കണക്ഷൻ. 3' to 5', 3' to 5', 3' to 5'. ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ മൂന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റം, രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ മൂന്നാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റം. ഇങ്ങനെയാണ് എസ്റ്റർ ബോണ്ടുകളും രണ്ട് സൈഡിലും എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുകളും ഫോം ചെയ്തു. സോ ഇങ്ങനെ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ട് ഫൈനൽ റിയാക്ഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു പോളി ന്യൂക്ലിയോടൈഡ് കാണപ്പെടുക. ഇതെങ്ങനെയാണ് പോളി ന്യൂക്ലിയോടൈഡുകൾ ഫോം ചെയ്യുന്നത്? 1 ന്യൂക്ലിയോടൈഡ് പ്ലസ് അഗെയിൻ ജോയിനിങ് രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡ്, അഗെയിൻ ജോയിനിങ് മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡ്. അതിൽ ഒന്നാമത്തെ ന്യൂക്ലിയോടൈഡിൽ മൂന്നാമത്തെ കാർബൺ ആറ്റം, രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൽ അഞ്ചാമത്തെ കാർബൺ ആറ്റവുമായി ജോയിൻ ചെയ്ത് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. ഓൾറെഡി ന്യൂക്ലിയോടൈഡിൽ ഒരു എസ്റ്റർ ബോണ്ട് ഉള്ളതുകൊണ്ട് ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ മൂന്നാമത്തെ കാർബൺ ആറ്റവും മൂന്നാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റവും തമ്മിൽ ജോയിൻ ചെയ്തു. സോ ഓരോ ന്യൂക്ലിയോടൈഡിൻ്റെയും മൂന്നാമത്തെ കാർബൺ ആറ്റവും അടുത്ത് ജോയിൻ ചെയ്യാൻ വരുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ അഞ്ചാമത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കാർബൺ ആറ്റത്തിനോട് ജോയിൻ ചെയ്ത ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ടാണ് കമ്പൈൻ ചെയ്തത്. അങ്ങനെ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടാണ്. സോ അതിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോളി ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുക. സോ ആഫ്റ്റർ എസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നമ്മൾ ഈ പറഞ്ഞ റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾസ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താണ് റിമൈൻ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കണ്ടു CO ബോണ്ട്, എസ്റ്റർ ബോണ്ട്. ഇവിടെയും നമ്മൾക്ക് പറയാം CO. ഇത് മുഴുവൻ പോയി കഴിഞ്ഞാൽ CO ബോണ്ട്. ഇതിലും അതുപോലെ മൂന്നാമത്തെ ഇനി 4, 5, 6 ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. 3', 5', 3', 5', 3', 5', 3, 5, 3, 5, 3, 5, ഒന്നിൻ്റെ 3 അടുത്തതിൻ്റെ 5, ഒന്നിൻ്റെ 3 അടുത്തതിൻ്റെ 5. ഇങ്ങനെയാണ് അത് ജോയിൻ ചെയ്ത് പോളി ന്യൂക്ലിയോടൈഡ് ചെയ്യുന്നത്. എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടോ അത്രയും DNA അല്ലെങ്കിൽ RNAയുടെ ലെങ്ത്ത് കൂടുന്നു. സോ ലെങ്ത് ഓഫ് ദ DNA എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എത്ര ന്യൂക്ലിയോടൈഡുകളാണ് ജോയിൻ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ആഫ്റ്റർ ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന പോളി ന്യൂക്ലിയോടൈഡാണ്. ഇതിലിപ്പോൾ 1, 2, 3, 4
4 ന്യൂക്ലിയോടൈഡുകളെ കാണിച്ചിട്ടുള്ളൂ. ഇനിയും നമുക്ക് വേണമെങ്കിൽ 5, 6 എത്ര ന്യൂക്ലിയോടൈഡ് വേണമെങ്കിലും വരയ്ക്കാം. സോ അത് ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം ഉള്ളതാണ്. ഇതുപോലെ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് അതിൻ്റെ 3ാമത്തെ കാർബൺ ആറ്റത്തോടു കൂടി എസ്റ്റർ ബോണ്ട് ഫോം ചെയ്ത് അതിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തോടു കൂടി ആ CH2O ഫോസ്ഫേറ്റ് ഗ്രൂപ്പോട് കൂടി ഫ്യൂസ് ചെയ്ത് ഇവിടെ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. സോ 2ാമത്തെ എസ്റ്റർ ബോണ്ട് ഇവിടെ ഫോം ചെയ്യണു. ആദ്യത്തെ എസ്റ്റർ ബോണ്ട് ഓൾറെഡി ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട്, അതായത് നമ്മുടെ പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മുമ്പ് ഫോം ചെയ്ത ഫോമാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. വീണ്ടും ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 2ാമത്തെ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് ഡൈ എസ്റ്റർ ബോണ്ട്. അത് രണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കുന്നു? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്. അപ്പോൾ 1 ന്യൂക്ലിയോടൈഡ്, സെക്കൻഡ് ന്യൂക്ലിയോടൈഡ്, വീണ്ടും 2ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെ കാർബൺ ആറ്റം, 3ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് വീണ്ടും എസ്റ്റർ ബോണ്ട് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. വീണ്ടും 3ാമത്തേൻ്റെ 4ാമത്തേട് ജോയിൻ ചെയ്യുന്നു. അതെങ്ങനെയാണ്? 3ാമത്തെ ന്യൂക്ലിയോടൈഡും 4ാമത്തേൻ്റെ 5ാമത്തെയും, ഇനി 4ാമത്തേൻ്റെ 3ഉം അടുത്തതിൻ്റെ 5th. സോ 3, 5, 3, 5, 3, 5 ഇങ്ങനെയാണ് 3' to 5'. ഇങ്ങനെയാണ് ന്യൂക്ലിയോടൈഡുകൾ 1 by 1 ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പോളി ന്യൂക്ലിയോടൈഡ് ഫോർമേഷൻ.